ക്ലാസ് 3 പരിസര പഠനം വാർഷിക മൂല്യനിർണ്ണയം 2024-25 അല്ലേ. ഈ വർഷത്തെ മാർച്ചിലെ പരിസര പഠനത്തിൻ്റെ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ആക്ടിവിറ്റിയിലെ പ്രവർത്തനം 1 സസ്യങ്ങൾ പലവിധം അല്ലേ. സസ്യങ്ങൾ പല തരത്തിലുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ എ, നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളെ ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാമെന്ന് അറിയാമല്ലോ. ഓരോ ഇനത്തിലും പെട്ട സസ്യങ്ങളുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഔഷധികളുണ്ട്, കുറ്റിച്ചെടികളുണ്ട്, മരങ്ങളുണ്ട് അല്ലേ. സസ്യങ്ങളെ നമ്മൾ 3 വിഭാഗങ്ങളാക്കി തരംതിരിച്ചാൽ ഏറ്റവും ചെറിയ ചെടികളാണ് ഔഷധികൾ, ഏറ്റവും വലിയതാണ് മരങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ചെടികളാണ് കുറ്റിച്ചെടികൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഔഷധികൾ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ അല്ലേ, അതേതാനാണ് ഇവിടെ പറഞ്ഞത്. 1, അധികം ഉയരമില്ല അല്ലേ, ചെറുതാണ് അല്ലേ. അപ്പോൾ ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്താൽ തണ്ട് മൃദുവാണ് എന്ന് എഴുതാം. ഏതാനും മാസങ്ങൾ മാത്രമാണ് ആയുസ് അല്ലേ. അതിൻ്റെ ലൈഫ് സ്പാൻ, ആയുസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ. ഇതിന് വളരെ വലിയ ആയുസ്സില്ലേ, മരങ്ങളാണ് വലുതാണ്, അതുകൊണ്ട് തന്നെ ആയുസ്സും വലുതായിരിക്കും അല്ലേ. ഇത് ചെറിയ ചെടികളാണ് ഔഷധികൾ, അതുകൊണ്ട് തന്നെ തണ്ടും മൃദുവാണല്ലേ. മൃദുവായ തണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോയി വേഗം നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അത് ചത്തുപോവുക അല്ലെ, ആയുസ് ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് ചെടി നശിച്ചു പോവുക. ആ ചെടി പെട്ടെന്ന് നശിച്ചു പോകും. അതാണ് ഏതാനും മാസങ്ങൾ മാത്രം ആയുസ് എന്ന് പറയുന്നത് അല്ലേ. തണ്ട് മൃദുവാണ്, അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും, അപ്പോൾ പെട്ടെന്ന് നശിച്ചു പോകും. അതാണ് അതിൻ്റെ ആയുസ് കുറവാണല്ലേ, ഏതാനും മാസങ്ങൾ മാത്രമാണ് ആയുസ്, അധികം ഉയരവുമില്ല അല്ലേ. മരങ്ങൾ എന്താണ് അല്ലേ, വളരെ കാഠിന്യമുള്ള തണ്ടാണല്ലേ, നല്ല കട്ടിയുള്ള തണ്ടാണ് ഉണ്ടാവുക അല്ലേ. അതിൻ്റെ തണ്ടെന്ന് പറയുന്നത് മരങ്ങളുടെ നല്ല വലിപ്പമുള്ളതാണല്ലേ, അതുകൊണ്ട് തന്നെ വളരെയധികം വർഷം ആയുസ്സിലെ ആയുസ് വളരെ കൂടുതലാണല്ലേ മരങ്ങളെല്ലാം അല്ലേ. തെങ്ങും നമ്മുടെ മാവും ഒക്കെ കുറേ വർഷക്കാലം നമ്മളെ വീട്ടിൽ അവിടെ ഉണ്ടാവാറുണ്ട്, പെട്ടെന്ന് നശിച്ചു പോവാറില്ല അല്ലേ. അപ്പോൾ മരങ്ങൾ ഏറ്റവും വലുതും കുറേ ആയുസ്സുള്ളതുമാണ്. ഔഷധികൾ എന്താണ്, ഏറ്റവും ചെറുതും ആയുസ് കുറവുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളതാണ് കുറ്റിച്ചെടികൾ അല്ലേ. ഇടത്തരം വലിപ്പം അല്ലേ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലെ മരത്തേക്കാൾ ചെറുതും ഔഷധിയേക്കാൾ വലുതുമായതാണ് കുറ്റിച്ചെടികൾ അല്ലേ. ഇടത്തരം വലിപ്പം വർഷങ്ങളോളം ജീവിക്കുന്നു. അപ്പോൾ ഇടത്തരം വലിപ്പമാണ്, കട്ടിയുള്ള തണ്ടാണ് അല്ലേ, വർഷങ്ങളോളം ജീവിക്കുന്നു. ഇത് വളരെ വർഷങ്ങളോളം അല്ലേ, കുറേ കാലം ജീവിക്കുന്നു. ഇത് അതിൻ്റെ ഇടയിലല്ലേ, വർഷങ്ങളോളം ജീവിക്കുന്നു. ഇത് കുറച്ച് കാലം ജീവിക്കുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ആ ഒരു കണക്ഷൻ, ആ ബന്ധം മനസ്സിലാക്കിയിട്ട് പഠിക്കുക അല്ലേ. ഇത് കുറച്ച് കാലം ജീവിക്കുള്ളൂ, ഇതിൻ്റെ തണ്ട് ചെറുതാണ്. ഇത് വളരെ അധിക കാലം ജീവിക്കും, ഇതിൻ്റെ തണ്ട് ഭയങ്കര കട്ടിയുള്ളതാണ്. അതിന് രണ്ടിൻ്റെ ഇടയിലുള്ളതാണ് ഈ കുറ്റിച്ചെടികളിലെ വലിപ്പവും അതിൻ്റെ വർഷങ്ങളോളം ജീവിക്കുന്ന ആയുസ്സും എല്ലാം അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളത്, അതാണ് കുറ്റിച്ചെടികൾ. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ജലത്തിൽ വളരുന്ന സസ്യങ്ങളുടെ ഇല, തണ്ട് എന്നിവയുടെ പ്രത്യേകതകൾ എഴുതുക അല്ലേ. ജലസസ്യങ്ങൾ, ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ താമര, ആമ്പലിലെ ലോട്ടസ്, അതൊക്കെ എന്താണ്, വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ്, വെള്ളത്തിലുണ്ടാകുന്ന സസ്യങ്ങളിലെ. അതിൻ്റെ ഇലയും തണ്ടും അല്ലേ, അതിൻ്റെ പ്രത്യേകതകൾ. ഇല എങ്ങനെയാണ് വെള്ളത്തിലുള്ള ചെടികൾ അല്ലേ, വലിയ ഇലകളായിരിക്കും അല്ലേ. താമരൻ്റെ ഇലയൊക്കെ എങ്ങനെയാണുള്ളത്, വലിയ ഇലകളായിരിക്കും. ഇലയിലും തണ്ടിലൊക്കെ മെയ്ഗിൻ്റെ പോലുള്ള ആവരണം അല്ലേ, അതായത് മെയ്ഗ് പോലുള്ള ഇലൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മെയ്ഗ് പോലുള്ള ഒരു ആവരണം അല്ലേ. അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ അതിന്മേൽ ഇങ്ങനെ പൊന്തി നിൽക്കും അല്ലേ. ഇങ്ങനെ നിങ്ങൾ ചേമ്പിൻ്റെ ഇല ഓർത്താൽ മതി അല്ലേ. ചേമ്പിൻ്റെ ഇലയിലൊക്കെ വെള്ളം എന്താണ്, ഇങ്ങനെ ഡ്രോപ്പ് പോലെ മഴവെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് നിങ്ങൾ കാണാറുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് ആമ്പൽ, നമ്മുടെ ലോട്ടസിലെ താമര, അതൊക്കെ എന്താണ്, വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണില്ലേ. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ അങ്ങനെയായിരിക്കും അല്ലേ, വെള്ളത്തിലാണ് അല്ലേ. വെള്ളത്തിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു വാക്സി കോട്ടിങ്ങിലെ, ഒരു മെയ്ഗിൻ്റെ കോട്ടിങ്ങിലെ പോലുള്ള ആവരണം ഉണ്ടാകും. അതുപോലെ വലിയ ഇലകളാണ് അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. വെള്ളത്തിൽ വരുന്ന, ജലത്തിൽ വളരുന്ന സസ്യങ്ങളുടെ എക്സാമ്പിൾ, ഉദാഹരണം ഓർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സവിശേഷതയും കിട്ടും. താമര, ആമ്പലൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക അല്ലേ. അപ്പോൾ അതിൻ്റെ ഇലകൾ എന്താണ്, വലിയ ഇലകളാണ്. അതിൻ്റെ ഇലകൾക്കും തണ്ടിനും എന്താണ്, ഒരു മേഘ പോലുള്ള ആവരണമുണ്ട് അല്ലേ. ഇനി ഇതിലുള്ള സി ക്വസ്റ്റ്യൻ അല്ലേ, ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനയ്ക്ക് നേരെ ടിക്ക് ചെയ്യുക അല്ലേ. ശരി എന്ന് ഇടാനാണ് പറഞ്ഞത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ അല്ലേ, ശരിയാണെങ്കിൽ ശരിയില്ലേ ടിക്ക് ഇടാനാണ് പറഞ്ഞത്. അപ്പോൾ എ എന്താണ്, വേര് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നു അല്ലേ. വേരല്ലേ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത്, അത് ശരിയാണ്, അപ്പോൾ ശരി ഇടുക അല്ലേ. ഒരു സസ്യത്തിൻ്റെ വേരാണല്ലേ, ഇങ്ങനെയുള്ള ഈ വേരുകളാണ് മണ്ണിൽ ഈ സസ്യത്തെ ഉറപ്പിച്ച് നിർത്തുന്നത് അല്ലേ. വേരുകളാണ് അടിയിലേക്ക് പോയിട്ട് ഈ സസ്യത്തെ ഈ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. അപ്പോൾ ഇത് ശരിയാണ്. എല്ലാ ചെടികളും പൂക്കുന്നു, എല്ലാ ചെടികളും പൂക്കും അല്ലേ. പൂക്കാത്ത ചെടികളുണ്ട്, പൂ ഉണ്ടാവുന്ന ചെടികളുണ്ട്. അപ്പോൾ ഇത് ശരിയല്ല. സി, സസ്യത്തിന് ആവശ്യമായ ആഹാരം തണ്ടിലാണ് നിർമ്മിക്കുന്നത്. ഇത് ശരിയല്ല. സസ്യത്തിന് ആവശ്യമായ ആഹാരം തണ്ടിലാണ് നിർമ്മിക്കുന്നത് അല്ല. ഡി എന്താണ്, ചെടികളിലെ എല്ലാ പൂക്കളും കായായി മാറുന്നില്ല. അത് ശരിയാണ്. എല്ലാ പൂക്കളും കായായിട്ട് മാറൂല, ചില പൂക്കൾ മാത്രമേ കായായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ എയും ഡിയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്, അതിന് ശരിയിടുക. നെക്സ്റ്റ് പ്രവർത്തനം 2, അറിഞ്ഞു കഴിക്കാം. വിവിധ തരം ഭക്ഷ്യവസ്തുക്കളെ അവയുടെ സവിശേഷതകൾക്കനുസരിച്ച് വർഗീകരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അമ്മു തയ്യാറാക്കിയ പട്ടികയാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ പഴങ്ങൾ, മുന്തിരി, അരി, വെണ്ടക്ക, അതൊക്കെ പഴങ്ങളാണോ? അല്ലല്ലോ. പച്ചക്കറികൾ, ധാന്യങ്ങൾ, തെറ്റായിട്ടാണുള്ളത് അല്ലേ. അപ്പോൾ പട്ടിക ശരിയായി ക്രമീകരിക്കുന്നതിന് അമ്മുവിനെ സഹായിക്കുക. അപ്പോൾ പട്ടിക ശരിയായിട്ട് പഴങ്ങൾ ഏതൊക്കെയാണല്ലേ,
ഇപ്പോൾ പഴങ്ങൾ, ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? മുന്തിരി, ഓറഞ്ച്, ആപ്പിൾ, ഇതൊക്കെയാണ് പഴങ്ങളില്ലേ. ഇനി പച്ചക്കറികൾ ഏതൊക്കെയാണ്? വെണ്ടക്ക, വെള്ളരി, വഴുതന അല്ലേ, അതൊക്കെയാണ് പച്ചക്കറികൾ. ഇനി ധാന്യങ്ങൾ ഏതൊക്കെയാണ്? അരി, ചോളം, ഗോതമ്പ് അല്ലേ, ഇതൊക്കെയാണ് ധാന്യങ്ങളില്ലേ. ഇതിൽ നിന്ന് എടുത്തെഴുതിയിട്ട് ശരിയായിട്ട് ക്രമീകരിക്കുക. ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ, വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അല്ലെ, വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണത്തിൽ എന്തിനാണ് ഉൾപ്പെടുത്തുന്നത്? അല്ലെ, നമുക്ക് എല്ലാ ന്യൂട്രിയൻസും പോഷകങ്ങളും ലഭിക്കാനാണ്. അപ്പം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വിവിധ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അല്ലേ. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ രോഗപ്രതിരോധന ശേഷി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ അല്ലേ. നല്ല പോഷക ഗുണങ്ങളുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ എന്താണ്, നമ്മുടെ ആരോഗ്യം മികച്ചതാവും അല്ലേ. നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും, അതുപോലെ രോഗത്തിൽ നിന്നും രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും, അതുപോലെ നമുക്ക് വളരാൻ വേണ്ടിയിട്ട് അല്ലെ, ഓരോ ജോലി ചെയ്യാനും നമുക്ക് കിട്ടുന്ന എനർജി എവിടെ നിന്നാണല്ലേ, ആ ഒരു ആരോഗ്യം, ആ എനർജി കിട്ടുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണല്ലേ. വിവിധ തരം ഭക്ഷ്യവസ്തുക്കളിൽ എല്ലാ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ആരോഗ്യം ഉണ്ടാവാനാണ് അല്ലേ. ഇതിൻ്റെ മുന്നെന്താണ്, നമ്മൾ ക്രിസ്മസ് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പാഠങ്ങളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും നിങ്ങൾ പഠിക്കുക അല്ലേ. ചില സ്കൂളിൽ മാത്രമാണ് ഈ എക്സാം കഴിഞ്ഞതില്ലേ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കില്ല ഇനി വരാനുള്ളവർക്ക് ഉണ്ടാവില്ല. ഇത് ഈ വർഷം മാർച്ചിൽ മിനിയാന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം മോഡലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതും പഠിക്കുന്നതിൻ്റെ കൂടെ ബാക്കി ക്രിസ്മസ് എക്സാമിൻ്റെതും ബാക്കി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ പഠിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ്, പ്രവർത്തനം 3, വസ്ത്രവൈവിധ്യം. ഇതിലുള്ള ക്വസ്റ്റ്യൻ എ, തനുവും അച്ഛനും കൂടി തുണിത്തരങ്ങൾ വാങ്ങാൻ കടയിലെത്തി. വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. ഏതു തരത്തിലുള്ള വസ്ത്രമാണ് വേനൽക്കാലത്ത് അനുയോജ്യമായത്? എഴുതുക. അപ്പോൾ വേനൽക്കാലമല്ലേ, ചൂടുകാലത്ത് ഏതാണ്? നമ്മൾ കോട്ടൺ തുണികൾ ഇട്ടാലാണല്ലേ, നല്ല കട്ടിയുള്ള തുണികൾ ഇട്ടാൽ എന്താണ്, നമുക്ക് ചൂടെടുക്കും. അപ്പോൾ കോട്ടൺ തുണികളാണ് ചൂടുകാലത്തില്ലേ, വേനൽക്കാലത്ത് അനുയോജ്യമായത് അല്ലേ, കോട്ടൺ അല്ലെങ്കിൽ പരുത്തി. ബി ക്വസ്റ്റ്യൻ, വേനൽക്കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളുടെ എന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾക്കറിയാം? എഴുതുക. വേനൽക്കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അല്ലേ, ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയണം അല്ലേ, ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയുന്ന വസ്ത്രങ്ങളായിരിക്കണം അല്ലേ. നല്ല ചൂടുള്ള സമയമാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ വിയർപ്പൊക്കെ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയുന്നതാവണം. വായുസഞ്ചാരം ഉറപ്പാക്കുന്ന വിധം ഇയകലം ഉണ്ടാകണം അല്ലേ. വായുസഞ്ചാരമുള്ള രീതിയിൽ, നല്ല അടച്ച് കൂട്ടിയിട്ടുള്ളതാവരുത് അല്ലേ. നമുക്ക് ചൂടെടുക്കാത്ത രീതിയിൽ, തണുപ്പും വായും അല്ലേ, കാറ്റ് കിടക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളായിരിക്കണം അല്ലേ. മതിയായ അയവുള്ളതാവണം അല്ലേ, ലൂസുള്ള വസ്ത്രങ്ങൾ, അയവുള്ള വസ്ത്രങ്ങളായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചൂടെടുക്കാതെക്കാൻ അല്ലേ, വേനൽക്കാലമാണ്, ചൂടെടുക്കാതെക്കാൻ നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇടുക അല്ലേ, അത് എഴുതിയാൽ മതിയില്ലേ. അപ്പോൾ എന്താണ്, വായുസഞ്ചാരം ഉള്ളത് അല്ലേ, കുറച്ച് ലൂസുള്ളത്, അയവുള്ളതാവണം അല്ലേ. അങ്ങനത്തെ പ്രത്യേകതകളൊക്കെയാണ് ഉണ്ടാവുക, സവിശേഷതകളാണ് വേനൽക്കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് ഉണ്ടാവുക. ഇതിൽ തന്നെ സി ക്വസ്റ്റ്യൻ, തണുപ്പിനെ അതിജീവിക്കുന്നതിന് ചെമ്മരിയാടിൻ്റെ രോമം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്ത്രം ഏത്? അല്ലേ, ചെമ്മരിയാടിൻ്റെ രോമം കൊണ്ട് കമ്പിളി വസ്ത്രമാണില്ലേ അല്ലേ, ചെമ്മരിയാടിൻ്റെ രോമം കൊണ്ട് ഉണ്ടാക്കുന്നത് കമ്പിളി വസ്ത്രങ്ങളാണില്ലേ. കമ്പിളിയാണ് അല്ലേ തണുപ്പിനെ അതിജീവിക്കല്ലേ, നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, കമ്പിളി ഡ്രസ്സ്, നല്ല കട്ടിയുള്ള ഡ്രസ്സ് അല്ലേ. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാമിന് പോവുക. എല്ലാവർക്കും എളുപ്പമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിലെ ലൈക്ക് ബട്ടണിലെ ഒന്ന് അമർത്താൻ മറക്കല്ലേ. പ്രവർത്തനം 4, തൊഴിലുകൾ പലവിധം അല്ലെ. തൊഴിലുകൾ പലവിധമുണ്ട്. ക്വസ്റ്റ്യനെ താഴെ തന്നിരിക്കുന്നവയിൽ വീട് നിർമ്മാണവുമായി ബന്ധമുള്ള ജോലികൾ എന്തെല്ലാം? ഒരു വീടുണ്ടാക്കാൻ, വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബന്ധമുള്ള ജോലികൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ തറ കെട്ടാറുണ്ട്, വിത്ത് വിതക്കോ, വീടുണ്ടാക്കാനില്ല, തേക്കില്ലേ, തേപ്പ് പണിയുണ്ട്, മരപ്പണിയുണ്ട്, അതുപോലെ തയ്യലുണ്ടോ അല്ലേ, ഭിത്തി നിർമ്മാണമുണ്ട് അല്ലേ, ഭിത്തി നിർമ്മാണമുണ്ട് അല്ലേ. വീടുണ്ടാക്കുമ്പോൾ അല്ലേ എന്തൊക്കെ ജോലികളാണ് ഉണ്ടാവുക അല്ലേ, മരപ്പണി, ഭിത്തി നിർമ്മാണം, തറക്കെട്ടൽ, തേപ്പ് പണി. തയ്യലൊന്നും ഉണ്ടാവില്ലല്ലേ, വീടുണ്ടാക്കാൻ തയ്യലിൻ്റെ ആവശ്യമുണ്ടോ? തയ്ക്ക, വിത്ത് വിതക്കുക, അതൊന്നും വേണ്ട. അപ്പോൾ അത് ബന്ധപ്പെട്ടത് എടുത്തെഴുതുക. അപ്പോൾ ബി ക്വസ്റ്റ്യൻ, സ്കൂൾ ഒരു പൊതുസ്ഥാപനമാണ് അല്ലേ, പൊതുസ്ഥാപനമാണ്. എന്തെല്ലാം സേവനങ്ങളാണ് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെ സേവനങ്ങളാണ് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്? ഉച്ചഭക്ഷണം ലഭിക്കാറുണ്ട്. പിന്നെ എന്തൊക്കെ സേവനങ്ങളാണല്ലേ? വിദ്യാഭ്യാസം, അറിവ് അല്ലേ, നിങ്ങൾക്ക് പഠിക്കാനുള്ള സാമഗ്രികളില്ലേ, ബുക്ക് അല്ലേ, പഠന സാമഗ്രികൾ, അതുപോലെ എന്താണ് സ്റ്റഡി മെറ്റീരിയൽസ്, എന്തൊക്കെയാണോ നിങ്ങൾക്ക് സേവനങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. സി ക്വസ്റ്റ്യൻ, പണമിടപാട് നടത്തുന്നതിന് നമ്മെ സഹായിക്കുന്ന പൊതുസ്ഥാപനം അല്ലേ. പണമിടപാട് എവിടെയാണ് നടത്തൽ? ബാങ്കിൽ നിന്നാണ് നടത്തൽ. ആശുപത്രിയിൽ നിന്നാണോ? പോലീസ് സ്റ്റേഷനല്ല, വായനശാലയല്ല, ബാങ്കിൽ നിന്നാണ് പണമിടപാട് നടത്തുന്ന പൊതുസ്ഥാപനം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി, പ്രവർത്തനം 5, എൻ്റെ നാട് കേരളം. ക്വസ്റ്റ്യനെ, കേരളത്തിൻ്റെ ഭൂപടം നിരീക്ഷിച്ച് താഴെ പറയുന്ന ജില്ലകളുടെ പ്രത്യേകതകൾ രേഖപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക അല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപടം തന്നിട്ടുണ്ട്. ഓരോ ജില്ലകളുടെയും അല്ലേ, കേരളത്തിലുള്ള ജില്ലകളുടെ പ്രത്യേകത നമ്മൾ എഴുതണം.
ഈ മാപ്പിലുണ്ട് ഉത്തരങ്ങൾ. കാസർഗോഡ് ജില്ല കാസർഗോഡ് ഏതാണ്? കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത്. ഇവിടെ കർണാടക അല്ലേ അതിൻ്റെ അടുത്തുള്ളത്? കാസർഗോഡിൻ്റെ അടുത്തുള്ളത് കർണാടകയുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇടുക്കിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇടുക്കിൻ്റെ അടുത്ത് ഏതാണ്? തമിഴ്നാട്. അപ്പോൾ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നതാണ് ഇടുക്കി. വേറൊന്നും നമുക്കറിയാം, ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. അതും അതിൻ്റെ പ്രത്യേകതയാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലേ. ഇടുക്കി ഏറ്റവും വലിയ ജില്ലയാണ്. ഇതിൽ ഏറ്റവും വലിപ്പമല്ലേ? ഇതിൽ തന്നെ നിങ്ങൾക്കറിയാം ഇതിൽ ഏറ്റവും വലിപ്പമുള്ളത് ഇടുക്കിക്കാണ് അല്ലേ. പാലക്കാട് എന്താണ്? അതുപോലെ മലപ്പുറം, തൃശ്ശൂർ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നു. പാലക്കാട് എവിടെ? പാലക്കാടിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഈ ബോർഡർ അതേതാണ്? മലപ്പുറവും തൃശ്ശൂരിൻ്റെ ഇടയിലാണ് പാലക്കാട് അതിൻ്റെ ബോർഡറിലായിട്ടാണ് വരുന്നത് അപ്പോൾ മലപ്പുറമായിട്ടും തൃശ്ശൂരുമായിട്ടും അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് പാലക്കാട് അല്ലേ. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇനി തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയില്ലേ. നമ്മുടെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം. അപ്പോൾ ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ, മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? എല്ലാ ജില്ലകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്നത് കോട്ടയമാണ്. ഇതിൽ നോക്കിയാൽ അറിയാം എല്ലാ ജില്ലകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്നത് അതായത് ഇതാണ് കോട്ടയം ചുറ്റും മറ്റ് ജില്ലകളുണ്ട് ഇല്ലേ. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ഇതിൻ്റെ ഒക്കെ നടുവിൽ ചുറ്റുമായിട്ട് ജില്ലകൾ ചുറ്റുമുണ്ടല്ലേ. ചുറ്റപ്പെട്ട് കിടക്കുന്നത് കേരളത്തിലുള്ളത് കോട്ടയാണ്. ഇത് കേരളത്തിലുള്ളതല്ലേ. അപ്പോൾ കോട്ടയത്തിന് ചുറ്റുമാണ് മറ്റ് ജില്ലകളുള്ളത്. ഇതിൻ്റെ ഒന്നും ചുറ്റുമില്ലല്ലോ, ഈ സൈഡിലില്ല ഉണ്ടോ? ഇതിൻ്റെ ഒന്നും ചുറ്റുമില്ല. ഇതിൻ്റെത് മാത്രമാണ് ചുറ്റും ചുറ്റപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ കോട്ടയത്തിൻ്റെത് മാത്രമാണ് ചുറ്റും മറ്റ് ജില്ലകളുള്ളത് ചുറ്റപ്പെട്ട് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? കോട്ടയം. അതുപോലെ ഇതിലുള്ള സി ക്വസ്റ്റ്യൻ, ഞാനാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ആരാണ് ഞാൻ? ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ ഓപ്ഷൻ എ. ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല. അതും ആ മാപ്പിലുള്ള ഏറ്റവും ചെറുത് നോക്കിയാൽ മതി അല്ലേ. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ആലപ്പുഴ അല്ലേ. ഏറ്റവും ചെറുതാണ് ഇതിനേക്കാൾ ചെറുത് വേറെ ഉണ്ടോ? ചെറുതാണ് ആലപ്പുഴ. അതൊക്കെ അതിനേക്കാൾ വലുപ്പമുണ്ട് ഇല്ലേ. ഏറ്റവും ചെറുത് ആലപ്പുഴ ആണ്. പ്രവർത്തനം 6, മണ്ണും ജലവും. മണ്ണിൻ്റെ വിവിധ സവിശേഷതകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് മണ്ണിനുള്ളിൽ വായുവുണ്ട്, മണ്ണിനുള്ളിൽ ജൈവാംശമുണ്ട്, മണ്ണിനുള്ളിൽ ജലാംശമുണ്ട് ഇത് ഇങ്ങനെ ഒരു സവിശേഷത ഇവിടെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ മണ്ണിൻ്റെ സവിശേഷത എഴുതാനും പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കാം. മണ്ണിൻ്റെ സവിശേഷതകൾ ചോദിച്ചാൽ നിങ്ങളെന്താണ്? മണ്ണിനുള്ളിൽ എന്താണ്? വായുവുണ്ട്, അതുപോലെ ജൈവാംശമുള്ള മണ്ണാണെന്ന് പറയാറുണ്ടല്ലേ. നല്ല വളക്കൂറുള്ള മണ്ണാണ്. ജൈവാംശമുണ്ട്, മണ്ണിനുള്ളിൽ ജലാംശമുണ്ടല്ലേ, വെള്ളമുണ്ട്, ജലമുണ്ട്. ഇതൊക്കെ മണ്ണിൻ്റെ സവിശേഷതയാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇവിടെ സവിശേഷത തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് എ ക്വസ്റ്റ്യൻ? മണ്ണിൽ ജലാംശമുണ്ട് എന്ന് തെളിയിക്കുന്ന പരീക്ഷണത്തിൻ്റെ കുറിപ്പ് തയ്യാറാക്കുക. മണ്ണിൽ വെള്ളമുണ്ട്, ജലാംശമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു പരീക്ഷണക്കുറിപ്പുണ്ടല്ലേ. ആ പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ്? സാമഗ്രികൾ എന്തൊക്കെ വേണം? അപ്പോൾ സാമഗ്രികൾ ആവശ്യമായി പരീക്ഷണം ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? ഉദ്യാനത്തിലെ മണ്ണ് വേണം സുതാര്യമായ പ്ലാസ്റ്റിക് കുപ്പി വേണം ആ കുപ്പിയിൽ മണ്ണ് നിറക്കണം മണ്ണിലാണ് ജലാംശം ഉണ്ടെന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ ഉദ്യാനത്തിലൊരു മണ്ണ് വേണം, ജലാംശമുള്ള മണ്ണ് വേണം. ഇനി പരീക്ഷണ രീതി എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിരീക്ഷണം അതിൻ്റെ നിഗമനം അതെല്ലാം നിങ്ങൾ എഴുതുക. നിങ്ങൾ പഠിച്ചതാണല്ലേ. ഇതിന് ബി ക്വസ്റ്റ്യൻ, പഠനയാത്രയുടെ ഭാഗമായി അമ്മുവും കൂട്ടുകാരും മണ്ണ് പരിശോധനാ കേന്ദ്രത്തിൽ എത്തിയപ്പോൾ അവിടുത്തെ ബോർഡിൽ കണ്ട വാചകമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മണ്ണ് മലിനമാകാതെയും ഫലപുഷ്ടി നഷ്ടപ്പെടുത്താതെയും സംരക്ഷിച്ചാലേ നമുക്ക് നിലനിൽക്കാനാകൂ. മണ്ണിനെ മലിനമാക്കാതെയും അതിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്താതെയും മണ്ണിനെ സംരക്ഷിച്ചാലേ നമുക്ക് നിലനിൽക്കാനാകൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡിൽ കണ്ട വാചകമാണ്. മണ്ണ് സംരക്ഷണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. മണ്ണിൻ്റെ ആവശ്യകത മണ്ണിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കണം. മണ്ണ് എന്തിനൊക്കെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ പോലെ തയ്യാറാക്കണം. പോസ്റ്റർ എന്താണ്? ഹെഡിങ് വേണം, ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് മനോഹരമാക്കണം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2025 മാർച്ചിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ചോദിച്ചത്. ചില സ്കൂളുകളിൽ മാത്രമാണ് എക്സാം കഴിഞ്ഞത് ഇനിയും ഒരുപാട് സ്കൂളിൽ എക്സാം കഴിയാത്തവരുണ്ട്. അവർക്കിത് യൂസ്ഫുൾ ആവും. ഇതേ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ചോദിക്കുക, ഇതേപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കിയുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ക്ലാസ് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ചോദ്യപേപ്പർ ഉത്തരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പാഠഭാഗങ്ങളും ഇതിൽ ക്ലാസ് 3 മാത്സിലെ, ക്ലാസ് 3 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓരോന്നും കണ്ടിട്ട് എല്ലാം പഠിച്ച് വിശദമാക്കിയിട്ട് എക്സാമിന് പോവുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.